ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ വീന്താലു ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വീന്താലു തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വീന്താലു ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാദ്യം തന്നെ നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു ഫുൾ അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 1 പീസ് പട്ട, 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വീന്താലുവിനുള്ള മസാല മിക്സ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്താണ് ഇത് അടിച്ചെടുത്തത്. അപ്പോൾ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് വീന്താലു തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അതിനുള്ള മസാലക്കൂട്ടാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ വീന്താലുവിനുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ വീന്താലു തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കൻ വീന്താലു തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 3 ഒനിയൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ ചെറുതായിട്ടാണ് ഒനിയൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1 ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് നമുക്ക് വാടിക്കിട്ടണം. ടൊമാറ്റോയും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വീന്താലുവിൻ്റെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം മാത്രം ഈ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വീന്താലുവിനുള്ള ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 3/4 കിലോ ചിക്കനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പീസാക്കി എടുത്ത ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ വീന്താലുവാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. അതിനുശേഷം ഇതൊന്ന് മൂടി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീന്താലു കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീന്താലു എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി നമ്മുടെ വീന്താലു നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ വീന്താലു തയ്യാറാക്കി എടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വീന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനൊപ്പവും ചോറിനൊപ്പവും ഏതൊരു ഐറ്റത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ വീന്താലുവാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.